കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യാം. ഇന്ന് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നോർമൽ ലെവലിൽ നമുക്കൊരു കോടതിയിൽ നിന്നും ഏതെങ്കിലും ഒരു കേസുമായി ബന്ധപ്പെട്ട ഓർഡറോ ഡിഗ്രിയോ ജഡ്ജ്മെൻറ്റോ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കേസാണ് എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ വക്കീൽ മുഖാന്തരമോ അല്ലെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കുകയാണോ എന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ കോപ്പി മീൻസ് ജഡ്ജ്മെൻറ്റ് കോപ്പി സർട്ടിഫൈഡ് കോപ്പി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ ഒരു ഫാമിലി കോടതിയിൽ വേറെ ഒരു കക്ഷിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു പോയാൽ ഒരു കാരണവശാലും നമുക്കത് കിട്ടുന്നതല്ല. അപ്പോൾ അങ്ങനെ സിറ്റുവേഷനിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു കേസിൽ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് കോടതിയിൽ നിന്നും എടുക്കാം എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാമിലി കോടതിയിൽ കേസ് കൊടുത്ത പെറ്റീഷണർ ആരാണോ ആ പെറ്റീഷണറുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു NOC നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിക്കണം. ആ NOC കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു കോപ്പി ആപ്ലിക്കേഷൻ CA വെച്ച് കൊണ്ട് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്നും ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ പെറ്റീഷണറായിട്ടുള്ള വ്യക്തിയുടെ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് നമുക്ക് അല്ലെങ്കിൽ എന്താണോ കോപ്പി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കോടതിയിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അങ്ങനെ കിട്ടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാമിലി കോടതിക്ക് ആയതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മിക്കതും ഒരാണും ഒരു പെണ്ണായിരിക്കും. ആ പെണ്ണാണ് എന്നുണ്ടെങ്കിൽ ആ പെൺകൊച്ചിൻ്റെ സ്വകാര്യത നഷ്ടപ്പെടാത്ത രീതിയിൽ വേണം നമ്മൾ ആ മാറ്റർ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്കിത് ഉപയോഗിക്കുവാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായില്ല? അതായത് ആണാണ് പെറ്റീഷണർ എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കും പെണ്ണായിരിക്കും. അപ്പോൾ ആ പെണ്ണിൻ്റെ പേരും അവരുടെ അഡ്രസ്സും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗം ഹൈഡ് ചെയ്തിട്ട് മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പബ്ലിക് ഡൊമൈനിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അത് പബ്ലിഷ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ഒരു കാര്യം കൂടി അവിടെ പ്രത്യേകം മനസ്സിലാക്കുക. അല്ലെങ്കിൽ അത് ആർട്ടിക്കിൾ 21 വയലേഷനായിട്ട് മാറും ഇന്ത്യൻ ഭരണഘടനയുടെ. അപ്പോൾ ഇതുപോലെ ആർക്കെങ്കിലും ഇപ്പോൾ നമുക്ക് പല കേസുകൾ പറയുമല്ലോ, പത്തനംതിട്ട ഫാമിലി കോടതി കേസ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ വിധി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനായിട്ട് അപ്ലൈ ചെയ്താൽ കിട്ടും എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.